ഹലോ ഗൈസ്, നമ്മുടെ ഷാനവാസ് അനീഷിനോട് കുറച്ച് കഥകളൊക്കെ പറയുന്നുണ്ട്. ആദിലയും നൂറയും തമ്മിലുള്ള ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ ഉള്ള കാര്യങ്ങളും ആദിലയും നൂറയും എങ്ങനെയാണ് അടുത്തതെന്നുള്ള കാര്യങ്ങളുമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ഷാനവാസ് പറഞ്ഞ ഒരു ഡയലോഗുണ്ട്. ആദിലയും നൂറയും ഒരുപാട് രഹസ്യങ്ങൾ ഷാനവാസിനോട് പല പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദിലയ്ക്കും നൂറയ്ക്കും ഒരു ഭീഷണി പോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. ഷാനവാസ് അതൊക്കെ പുറത്ത് പൊട്ടിക്കുമോ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഷാനവാസ് പറയുന്നില്ല. പുറത്ത് പൊട്ടിക്കുമോ എന്നുള്ളൊരു ഭയമുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടും പേടിച്ചിരിക്കുകയാണ്. ഷാനവാസ് അകന്നപ്പോഴത്തേക്ക് രണ്ടും ഭയന്നിരിക്കുകയാണ് എന്നുള്ളത് ഇവരുടെ ഒരു കോൺവെർസേഷനിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഷാനവാസ് പറഞ്ഞ ഇവരോട് അടുക്കാൻ കാരണം ഇവരൊരു കാര്യം പറഞ്ഞു, കരഞ്ഞ സമയത്ത് പിന്നെ അപ്പോൾ ഷാനവാസ് അങ്ങനെ കരഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അപ്പോഴാണ് എനിക്ക് എൻ്റെ മക്കളെ പോലെ ഞാനിവരെ ഏറ്റെടുത്ത് പോയതാണ്. പക്ഷേ ഇവർ നാടകം കളിക്കുമായിരുന്നു, പലതും നാടകം കളിക്കുമായിരുന്നു. അപ്പോൾ അതിനകത്തൊരു കാര്യം പറഞ്ഞു. പിന്നെ ഈ ഷാനവാസ് ഈ ഒരു ഏതോ ഒരു കാര്യത്തിന് ഷാനവാസ് കരഞ്ഞല്ലോ അന്ന് അക്ബറുമായിട്ടുള്ള പ്രശ്നത്തിന്. അപ്പോൾ കരഞ്ഞപ്പോൾ ആദിലയും നൂറയും ആദില ചെന്ന് പറഞ്ഞതാണെന്ന്, ഇക്ക കരഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഉപ്പ കരയുന്ന പോലെയാണ് തോന്നിയതെന്ന്. ഇത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വന്നത്. സ്വന്തം പിതാവ് ഒരു മകളോട് പോലും ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ അബ്യൂസ് ചെയ്തെന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഈ ആദില. അതുപോലെ തന്നെ സ്വന്തം പാരൻസ് ടോക്സിക്കാണ്. ഈ പാരൻസിനെ ഒരു കാരണവശാലും ഒരിക്കലും അടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഈ നൂറയും ആദിലയും. അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് നാടകം കളിച്ചിട്ടാണ് ഇപ്പം ഫാമിലി വീക്ക് വന്നപ്പോൾ പാരൻസ് വരുന്നില്ല എന്ന് പറഞ്ഞ് ഒരുപാട് നാടകം കളിച്ചു. ഇപ്പോഴും ആ നാടകമാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നൂറയൊക്കെ എന്ന് പറഞ്ഞാൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവൽ അഭിനയമാണ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ അവർ യഥാർത്ഥ ഒരു റിയൽ ക്യാരക്ടറേ അല്ല. റിയൽ ക്യാരക്ടർ പോയിട്ട് അവരിവിടെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവർ പിന്നെ വളരെ നല്ല സ്വഭാവമുള്ളവരാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്കെല്ലാം ജെന്യുവിനായിട്ടാണ്, ഞങ്ങൾ ഭയങ്കര സത്യസന്ധരാണ്, ഞങ്ങൾ ക്യൂട്ട്നെസ് വാരി എറിഞ്ഞ് ഇതൊക്കെ പറയുമ്പോൾ ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടും എന്നുള്ളൊരു തോന്നൽ ഇവർക്കുണ്ട്. അത് ഷാനവാസ് പൊളിച്ചടുക്കി. ഇവർ നാടകമാണ് കളിക്കുന്നത്, ഇവർ പറയുന്നതെല്ലാം കള്ളമാണ്. ഇവർ പല ഒരുപാട് കാര്യങ്ങൾ ഷാനവാസിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഷാനവാസിനെ മോശമാക്കി ഇപ്പോൾ സമൂഹത്തിലേക്ക്, സൊസൈറ്റിയിലേക്ക് മെയിൽ ഷോവനിസ്റ്റ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എപ്പിസോഡിലൊക്കെ ലാലേട്ടൻ്റെ മുന്നിൽ സംസാരിച്ചതും, അതുപോലെ ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് ഊഞ്ഞാലിൻ്റെ ആ ഒരു കസേരയിൽ ഇരുന്ന് പരസ്പരം സംസാരിക്കുന്ന നമ്മൾ കേൾക്കാറുണ്ട്. ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ഷാനവാസിനെ ഒഴിവാക്കാൻ അവർ ഒഴിവാക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ അനിമോളുമായിട്ട് ഇനി അനിമോളുടെ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും ഇടപെടരുതെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ അനുമോൾ ഇപ്പോൾ ഷാനവാസിനോട് ചെന്ന് സംസാരിച്ചു. ഇക്ക അവർ ഇരുന്ന് വിഷമിക്കുകയാണ്, ഇക്ക അവരോടൊന്ന് സംസാരിക്കുമെന്ന്. അപ്പോൾ ഒരുപാട് നേരം അനുമോൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ അനീഷുമായിട്ട് ഷാനവാസ് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് വിളിച്ചുകൊണ്ട് പോയിട്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് അവരോടൊന്ന് സംസാരിക്കണം. അപ്പോൾ പറഞ്ഞ് എനിക്ക് താല്പര്യമില്ല, കാരണം നാടകം കളിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഇവർ ഈ പിന്നെ ആദിലയും നൂറയും പറയുന്നത്, ആദിലയും നൂറയും ഉപയോഗിച്ചുകൊണ്ട് ഷാനവാസ് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്, സർവൈവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തു എന്നൊക്കെയാണ് ആദിലയും നൂറയും പറയുന്നത്. ഞങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഷാനവാസ് ഞങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കളിച്ചു, ഞങ്ങളെ യൂസ് ചെയ്യാൻ വേണ്ടി, ഇവിടെ നിൽക്കാൻ വേണ്ടി, ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് വഴക്കിടാൻ വേണ്ടിയിട്ട് അവരെ ഉപയോഗിച്ചു എന്നുള്ള വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ആദിലയും നൂറയും ആ ഷാനവാസിനെ പറഞ്ഞത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാമല്ലോ. ഷാനവാസി ആവശ്യമില്ലാതെ ഈ പിള്ളേരെ കൂട്ടുകൂടി പെങ്ങളുകൂട്ടി കാർഡെടുത്ത് അവരുമായിട്ട് പിന്നെ പറയാൻ പാടില്ലാത്ത ഒരു കാര്യം ഇവർക്ക് വേണ്ടിയിട്ടാണ്, നെവിനുമായിട്ടുള്ള പ്രശ്നം ആരോടും പറയാതെ രഹസ്യമായിട്ട് ഇവരോട് പറഞ്ഞ കാര്യം ഇവർ ചെന്ന് ഈ ഒരു വിക്ടിം കാർഡ്, എന്താ പറയണേ, ചീപ്പ് കാർഡ്, വൃത്തികെട്ട കാർഡ് ഇറക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നെവിൻ ക്യാമറയിലൊക്കെ ചെന്ന് എന്താണ് വൃത്തികെട്ട കാർഡെന്ന് ചോദിച്ചപ്പോൾ അത് പറയേണ്ടി വന്നു. ആ ഒരു സാഹചര്യമൊക്കെ, പഴയ സാഹചര്യമൊക്കെ അനീഷിനോട് വിവരിക്കുന്നുണ്ട് ഷാനവാസ്. അപ്പോൾ എന്തായാലും ആദില നോമിനേഷനിൽ പിന്നെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആദില ഷാനവാസിൻ്റെ പേരാണ് നോമിനേഷനിലേക്ക് ഇട്ടത്. അതുപോലെ തന്നെ അനീഷ് ഇട്ട്, പിന്നെ വേറെ ആരാ, നൂറ ഇട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഷാനവാസിൻ്റെ പേര് ഇട്ടത് കൊണ്ടല്ല എന്നാണ് ഷാനവാസ് പറയുന്നത്. ഇവരുടെ പല സംഭാഷണങ്ങളും ഞാൻ കേൾക്കാനിടയായി. ഇവർ ഭയങ്കരമായിട്ട് നാടകം കളിച്ച ആൾക്കാരാണ്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനിവരെ എൻ്റെ ഹൃദയത്തിലേക്കാണ് എടുത്തത്. ഇവരുടെ വിഷമങ്ങൾ പറഞ്ഞപ്പോൾ പിന്നെ ആദിലയുടെ ഉപ്പയെ പോലാണ് ഞാനെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകപ്പാടെ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാനങ്ങനെ സങ്കടപ്പെട്ടു. ഞാൻ അങ്ങനെയാണ് ഇവരെ എൻ്റെ മക്കളെ പോലെ ഞാൻ സ്വീകരിച്ചതാണെന്ന്. സത്യം പറഞ്ഞാൽ ആദില ഉപ്പായെ പോലെ വിചാരിച്ചു എന്ന് പറയുന്നത് തന്നെ മോശമാണ്. ഉപ്പ അബ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഈ സമൂഹ മാധ്യമങ്ങളിലെല്ലാം അബ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് പോയേക്കുന്നത്. ജിഞ്ചർ മീഡിയയിൽ റോഹാനായിട്ടൊരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടതാണ്. ഞാൻ ആ ഒരു
വീഡിയോ ആണ് ഇന്നാൾ ഇട്ടത്. എൻ്റെ ഒപ്പം ഒരു മകളോടും ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ, ഒരിക്കലും വെർബലി എനിക്ക് ആരോടും പറയാൻ പറ്റാത്ത രീതിയിൽ എന്നോട് പ്രവർത്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നോട് കാണിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആദില. ആ ആദിലയാണ് പറയുന്നത് ഷാനവാസിനെ ഉപ്പയെ പോലെ കണ്ടെന്ന്. എൻ്റെ ദൈവമേ, തീർന്ന്. അങ്ങനെ എന്തായാലും ഷാനവാസും ആദില നൂറയുടെ മുഖം മൂടി ഷാനവാസ് പൊളിച്ചടുക്കിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അതിന് മധ്യസ്ഥം വഹിക്കുന്നത് നമ്മുടെ അനുമോളാണ്. അനുമോൾ അറിയുന്നില്ല ഈ പിള്ളേർ അനുമോളെ വെച്ച് കളിക്കുവാണെന്ന്. അനുമോൾ ഒട്ടും മനസ്സിലാവാതെ വീണ്ടും നടക്കുവാണ് ഈ പിള്ളേരുടെ പുറകെ. എന്തിനാണോ എന്തോ. അനുമോളും ഗെയിം കളിക്കുമായിരിക്കും, എനിക്കത് മനസ്സിലാവുന്നില്ല ഏത് വഴി പോകുമെന്ന്. എന്ത് തന്നെയായാലും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ലൈവിൽ എന്തായാലും രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. വീണ്ടും ഷാനവാസിൻ്റെ വിഷമങ്ങളൊക്കെ അനീഷിനോട് പറയുന്നുണ്ട്. അനീഷ് ഒന്നും മിണ്ടുന്നില്ല, എല്ലാം കേൾക്കുന്നു. അതിനുശേഷം പറയുന്നു, എനിക്ക് നിൻ്റെ കൂടെ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഷാനവാസ്, എനിക്ക് നിന്നോട് കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, നിൻ്റെ അഭിപ്രായങ്ങളോട് എനിക്ക് കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന് അനീഷ് പറയുന്നുണ്ട്. അപ്പോൾ ശരിയെന്ന് പറയുന്നു. എനിക്കും നിൻ്റെ കാര്യത്തിനോട് എനിക്കും കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്ന് പറയുന്നു. അതേപോലെ തന്നെ ഷാനവാസ് ഇപ്പോൾ അനീഷിനോട് ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവാം. കാരണം ആ ഉമ്മ പറഞ്ഞത് ഷാനവാസ് മുഖവിലയ്ക്ക് എടുത്തിട്ടുണ്ട്. ഒരു ഉമ്മ പറഞ്ഞു, എനിക്ക് പഴയ കളിയായിരുന്നു നല്ലത്, ഇപ്പോഴത്തെ കളി നിൻ്റെ മോശമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ചിന്തിച്ചു. പിന്നെ ഈ ഒരു എന്താ പറയുക, നമ്മുടെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഇങ്ങനെ ഒരു സംസാരം കൂടി വന്നു. അപ്പോൾ ഇവർ സംസാരിച്ചത് പുറത്തേക്ക് പോയതല്ലേ എന്നുള്ളത്. സത്യമായിട്ട് ഇവർ സംസാരിച്ചതാണ്. ഇവർ എല്ലാവരെയും കുറിച്ച് രാത്രിയിൽ ഒരു പൊറോട്ട് നാടകം ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു ഡിസ്കഷനുണ്ട്, ആദിലയും നൂറയും തമ്മിൽ. ആദിലയും നൂറയും ഇവരോടെല്ലാം സഹകരിച്ച് നിന്നിട്ട് ഇവരെ എല്ലാവരെയും കുറിച്ച് രണ്ടുപേരും ഒറ്റയ്ക്കിരുന്ന് കുറച്ച് ഡിസ്കഷൻസ് ഉണ്ട്. ആ ഡിസ്കഷനിൽ വന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ പുറത്തേക്ക് നമ്മളിത് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്കിത് അതിശയമൊന്നുമില്ല. പക്ഷേ അതിനുള്ള ഹൗസിലുള്ള ഈ ഷാനവാസ് ഇങ്ങനെ ഈ പിള്ളേരെ എല്ലാത്തിനും താങ്ങി ആരെ കൂടെ ഇവർക്ക് വേണ്ടിയിട്ട് എല്ലാവരും കൂടെ വഴക്കിടും. അനീഷിനോടൊക്കെ എത്ര തവണയാണ് വഴക്കിട്ട കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ. എന്തിനാ ഒരു കാര്യമില്ലാണ് അനീഷിനോട് വഴക്കിട്ട ഈ പിള്ളേർക്ക് വേണ്ടിയിട്ട്. ഈ പിള്ളേരെന്ന് പറയാൻ പറ്റത്തില്ല, ഉമ്മുമ്മ എന്നേ പറയാൻ പറ്റൂ. നൂറ ഉമ്മുമ്മക്ക് വേണ്ടിയിട്ട് ഒരു ഉമ്മുമ്മ സ്റ്റൈലിലല്ലേ. ഒരു കാര്യമില്ല, ചുമ്മാ പിക്നിക്കിന് വന്ന കണക്ക് ചുമ്മാ അവിടെ എവിടെയും കുഞ്ഞി കൂടി ഇരിക്കുക, മര്യാദക്ക് സംസാരിക്കാനും അറിയത്തില്ല. എന്തെങ്കിലും വഴക്കിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇരുന്ന് കോരം വഴക്കിടുന്ന കാണാം. അതും ഭയങ്കരമായിട്ടല്ല, ഇങ്ങനെ കൂനി വഴക്കിടുന്നതാണ്. അല്ലാണ്ട് ഒരു നല്ലതായിട്ടൊരു ആർഗ്യുമെൻറ്റ്സ് പറയാൻ അറിയത്തില്ല, ഒരു കഥ പറയാൻ പറഞ്ഞാൽ അതറിയത്തില്ല, ഒരു ടാസ്ക് മര്യാദയ്ക്ക് ചെയ്യാൻ അറിയത്തില്ല. എന്തിനാണ് നൂറയൊക്കെ നിൽക്കുന്നത് എനിക്കറിയത്തില്ല. ടോപ്പ് 5 ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് വരാൻ പോണത്. എന്ത് ചെയ്യാനാണ്, നമുക്കിനി ഒന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി. അപ്പോൾ എന്തായാലും ഇതായിരുന്നു ഗൈസ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി അനുമോളെ പറഞ്ഞു വിട്ടതാണ് മീഡിയേഷന് വേണ്ടിയിട്ട് ഷാനവാസിൻ്റെ തെറ്റിദ്ധാരണ മാറ്റാൻ. ഇപ്പോൾ ഷാനവാസ് എന്തോ ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുന്നതൊക്കെയാണ്. അനുമോൾ വന്ന് ഷാനവാസിനോട് പറഞ്ഞു, നിങ്ങൾ എന്തോ ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്താണ് നിങ്ങളുടെ മനസ്സിലിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അവർക്കൊന്ന് സംസാരിക്കണം, എനിക്ക് താല്പര്യമില്ല അവരോട് സംസാരിക്കാൻ, യാതൊരു തരത്തിലുള്ള താല്പര്യമില്ല, എനിക്ക് മനസ്സിലായി. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ ഗെയിം കളിക്കാനല്ലേ ഇവിടെ വന്നാൽ? ഞാൻ ഗെയിം കളിക്കാനാണ്, എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ ഇവരുടെയൊക്കെ വലിയ നാടകങ്ങളായിരുന്നു എന്ന് എനിക്കിപ്പം മനസ്സിലായി എന്നുള്ള കാര്യം അവിടെ ഷാനവാസ് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആദിലയുടെയും നൂറയുടെയും പൊറാട്ട് നാടകം, ഞാൻ അങ്ങനെ തന്നെ പറയത്തുള്ളൂ, ഒരു വലിയ നാടകമാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നാടകം പൊളിച്ചടുക്കി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പൊളിച്ചടുക്കി. ഷാനവാസിനത് മനസ്സിലായി എന്നുള്ളതാണ്.